എൻ്റെ പേര് സജി എന്നാണ്. ഞാനിവിടെ തന്നെ വയനാട് സ്വദേശിയാണ്. ചുണ്ടയിൽ തന്നെയാണ് ജനിച്ച് വളർന്നത്. അത് ഈ എസ്റ്റേറ്റിൽ തന്നെ ജനിച്ച് വളർന്ന വ്യക്തിയാണ്. 31 വർഷമായിട്ട് ഞാനിവിടെ സൂപ്പർവൈസറായിട്ടും ഇപ്പോൾ 2 വർഷത്തോളമായിട്ട് ഈ തേയിലേൻ്റെ ഇൻചാർജ് എനിക്കാണ്. അതായത് ഇവിടെ ചേലോട്ട് എസ്റ്റേറ്റ് എന്നാണ് എസ്റ്റേറ്റിൻ്റെ പേര്. കോഴിക്കോട് രൂപതയുടെ കീഴിലുള്ള സ്ഥാപനമാണ്. ഇവിടെ തേയില കൃഷി ഏകദേശം 110-115 ഹെക്ടറിലായിട്ട് നമ്മൾ കൃഷി ചെയ്യുന്നത്. അതായത് ഒരു 300 ഏക്കറോളം ഉണ്ടാവും. ഇത് ഏകദേശം ഒരു 80 വർഷത്തിന് മേലെ പ്രായമുള്ള തൈകളായിരിക്കും ഇത്, ബുഷസ്. അത് സാഹിബിൻ്റെ കാലത്ത്, ബ്രിട്ടീഷുകാരുടെ കാലത്താണ് ഇത് തോട്ടം ഇത് നട്ടുപിടിപ്പിച്ചതും. അന്നുള്ള ആ സമ്പ്രദായത്തിൽ അന്നുള്ള പണിക്കാരെ, അന്ന് ഇഷ്ടം പോലെ തേയില കൃഷിയിൽ ആകൃഷ്ടരായിട്ട് വന്നവരും അന്നത്തെ പണിക്കാർ ഇഷ്ടാനുസരണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അന്ന് ഇത്രയും വലിയൊരു തോട്ടം പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു അവർക്ക്. പക്ഷെ ഇന്ന് നമ്മുടെ ഈ തേയില മേഖല ചെറിയൊരു പ്രതിസന്ധിയാണ്. കാരണം ലേബേഴ്സിൻ്റെ അഭാവം. നമുക്ക് ഇതിൻ്റെ മേലെ ഉള്ള ജോലിക്കാരെ കിട്ടുന്നില്ല. ഇതിൽ ഇൻവോൾവഡ് ആയിട്ട് ചെയ്യാൻ ആകർഷകമായ കൂലി കൊടുക്കുന്നുണ്ടെങ്കിലും നമുക്ക് എല്ലാവരും വൈറ്റ് കോളർ ജോലിയൊക്കെ ആലോചിച്ച് നടക്കുന്ന ഒരു ഇതായതുകൊണ്ട് ഇതിൽ വരുന്നില്ല. പക്ഷേ ഇത് തേയില കൃഷി ഇന്നത്തെ കാലത്ത് വളരെ നല്ലൊരു കൃഷിയായിട്ടാണ് ചെറുകിട കർഷകർ നമ്മുടെ വയനാട്ടിൽ ഇഷ്ടം പോലെ ചെയ്യുന്നുണ്ട്. ഒരുപാട് തേയില കർഷകർ ചെയ്യുന്നുണ്ട് വയനാട്ടിൽ. വയനാടിൻ്റെ സമീപത്തായിട്ടാണ് നമ്മുടെ തമിഴ്നാട് എസ്റ്റേറ്റിനോട് ഉള്ള ചേരമ്പാടി, പന്തല്ലൂർ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലും ചെറുകിട കർഷകർ ഒരുപാടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്കിതിന് ചെറുകിട കർഷകർക്ക് സർക്കാർ ഒരുപാട് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട്. സബ്സിഡി ആയിട്ടും വളത്തിന് സബ്സിഡി ആയിട്ടും അങ്ങനെ ഒരുപാട് പേര്. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഈ ഡ്രൈ സീസൺ ആയതുകൊണ്ട് തന്നെ തേയിലയ്ക്ക് തെറ്റില്ലാത്ത നല്ല ഒരു വില കിട്ടുന്നുണ്ട്. അത് പല വെറൈറ്റിയാണ് നമ്മുടെ എസ്റ്റേറ്റിൽ. ഈ ഫാക്ടറിയിൽ 8ഓളം വെറൈറ്റി പൊടി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. 8ഓളം വെറൈറ്റി. അപ്പോൾ അതിന് ആരുമായിട്ട് ക്വാളിറ്റി കൂടുന്ന 1, 2, 3 അങ്ങനെ 8 ഗ്രേഡ്. ഇതിൽ ടോപ്പ് ഗ്രേഡ് സാധനങ്ങളൊക്കെ നമ്മൾ കൊച്ചി വില്ലിംഗ്ടൺ ഐലൻഡിൽ പോകുന്ന അവിടെ നിന്ന് ഓപ്ഷനിൽ കമ്പനികൾ വിദേശ രാജ്യങ്ങളിലേക്കാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ ഇത് വളരെയധികം കർഷകർക്ക് നേട്ടമുള്ളൊരു കൃഷിയാണ്. ഒരു വ്യാവസായിക അടിസ്ഥാനത്തിൽ ചെയ്യുകയാണെങ്കിൽ ഇത് ചെറുകിട കർഷകർ 1 ഏക്കർ, 2 ഏക്കർ, 3 ഏക്കർ ചെയ്യുകയാണെങ്കിൽ ആൾക്കാർ വന്ന്, കമ്പനിക്കാർ വന്ന്, ഫാക്ടറി ഉള്ളവർ വന്ന് തേയില ചപ്പ് കിലോ കണക്കിന് തൂക്കിയെടുത്തിട്ട് അവരുടെ ഫാക്ടറിയിൽ കൊണ്ടുപോകുന്നു. അവിടുന്ന് പ്രോസസ്സിങ് നടക്കുന്നു, പൊടി ആക്കുന്നു. അത് ചിലവർ ഇത് അവിടെ കൊണ്ടുപോയി കൊടുക്കുന്നുമുണ്ട്. അപ്പോൾ ഇനി ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഇതിൻ്റെ കൃഷിരീതിയാണ്. കൃഷിരീതി എങ്ങനെയാണെന്ന് വെച്ചാൽ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന്, ഇതിൻ്റെ സ്റ്റമ്പ് എടുത്തിട്ട് ഇതിൻ്റെ സ്റ്റമ്പ് എടുത്തിട്ട് അതിൽ കട്ട് ചെയ്തിട്ട് ചെറിയ കൂടകളിൽ മണൽ, നമ്മുടെ കാലിവളം, മണ്ണ് നിറച്ച് ആനുപാതികമായി നിറച്ച് അത് നനച്ച ശേഷം അതിൽ സ്റ്റമ്പ് നട്ടിട്ടാണ് ഇത് മുളപ്പിക്കുന്ന ഒരു രീതി. രണ്ടാമത്, അതൊന്നും ഇവിടെ ചെയ്യുന്നില്ല കേട്ടോ. നമ്മളൊക്കെ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബഡ്സ് തൈകൾ, ചെറിയ ബുഷസ്, കൂട തൈകളായിരിക്കും. അത് വാങ്ങിക്കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കോണ്ടൂർ ലൈൻസ് അല്ലെങ്കിൽ ഇങ്ങനെ മാക്കടിച്ചിട്ട് കുടി കുത്തിയിട്ട് നടുകയാണ്. അപ്പോൾ ഇവിടെ ഇതിന് പുറമെ വേറെ ഒന്ന്, അതിൻ്റെ കായുണ്ട്, ചെറിയ കായ. ഇതായിരിക്കും നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഈ കായ ശേഖരിച്ചിട്ട് ഇത് നമ്മുടെ ഇതിൽ കൂടകളിൽ നിറച്ച് വിത്ത് മുളപ്പിച്ചിട്ടാണ് വേറൊരു രീതി. അത് രണ്ടും ഇവിടെ ചെയ്യുന്നില്ല. ഞാൻ മുന്നേ പറഞ്ഞ മാതിരി നമ്മൾ അതിൻ്റെ തൈകൾ ഓർഡർ പോലെയാണ്. നമുക്കൊരു ഏക്കർ ചെയ്യണമെങ്കിൽ ആ ഓർഡർ ചെയ്യുന്നു, ആ കമ്പനിക്കാർ, ആ നഴ്സറിക്കാർ അതവരിവിടെ ഇറക്കി തരുന്നു, നമ്മൾ പ്ലാൻ ചെയ്യുന്നു. ഏകദേശം ഒരു ഏക്കറിൽ 2400 മുതൽ 2800 വരെ തൈകളാണ് നമ്മൾ ഇതിൽ പ്ലാന്റ് ചെയ്യുക, ഈ ഭൂമിയിൽ, 1 ഏക്കർ ഭൂമിയിൽ. അപ്പോൾ ചെറുകിട കർഷകർക്ക് ഇത് ആദ്യത്തെ ഈ ഭൂമി ഒരുക്കി പ്ലാന്റ് ചെയ്ത് 1-2 വർഷം
അതായത് ഇത് നട്ട് പരിപാലിക്കുന്ന ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ആ ഒരു കാലയളവേ വരുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഇതിന് കാര്യമായിട്ട് പണിയില്ല. പിന്നെ ഇതിൽ കൃത്യമായിട്ട് ഇംഗ്ലീഷ് വളങ്ങൾ ചെയ്താൽ മതി. 2 മുതൽ 4 തവണ വരെ ഇംഗ്ലീഷ് വളങ്ങൾ ചെയ്യുന്നുണ്ട്, കാലിവളങ്ങൾ ചെയ്യുന്നുണ്ട്, ജൈവവളങ്ങൾ ചെയ്യുന്നുണ്ട്. ഇംഗ്ലീഷ് വളത്തിനൊക്കെ ക്രമേണ ഇപ്പോൾ വില കൂടുതലായതുകൊണ്ട് പിന്നെ ചിലവർ അതിനധികം ഡിപ്പെൻഡ് ചെയ്യാറില്ല. ജൈവവളവും വില കൂടുതലാണ്. എങ്കിലും ഈ സബ്സിഡി നിരക്കിൽ ഗവൺമെൻറ് സഹായം കിട്ടുന്നതുകൊണ്ട് ചെറുകിട കർഷകർ ഈ വളം ഉപയോഗിക്കാറുണ്ട്. പിന്നെ രാസവളം ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ യൂറിയ, പൊട്ടാഷ് മിക്സ് ചെയ്തിട്ട്, പിന്നെ DAP, DAP അത് ഉപയോഗിക്കാറുണ്ട്. ആ രീതിയിലാണ് ഇതിന് വർഷത്തിൽ 2-3 തവണ വളം കൊടുക്കുന്നു. 3 തവണ വളം കൊടുത്തിട്ടാണ് ഇത് പരിപാലിച്ചെടുക്കുന്നത്. ഒരു കൃത്യമായ ഇടവേളകളിൽ ചെയ്യുകയാണെങ്കിൽ 15 ദിവസം കൂടുമ്പോഴാണ് പിന്നെ നമ്മുടെ ഈ തോട്ടത്തിൽ നിന്ന് ഹാർവെസ്റ്റ് ചെയ്യാതെ. മെഷീൻ ഹാർവെസ്റ്റ് ഉണ്ട്, കൈകൊണ്ടുണ്ട്. കൈകൊണ്ട് പിന്നെ ഒരു നമുക്ക് ക്വാണ്ടിറ്റി കുറവായിരിക്കും. അതുകൊണ്ട് നമ്മൾ കൂടുതലായിട്ട് ചെറുകിട കർഷകരായാലും വൻകിട കർഷകരായാലും ഉപയോഗിക്കുന്നത് മെഷീൻ ഹാർവെസ്റ്റാണ്. കൈകൊണ്ട് ഉപയോഗിക്കുന്ന ഷിയർ എന്ന് പറയുകയാണ്. അപ്പോൾ അതൊരു 100, 120, 130 ശരാശരി ഒരു തൊഴിലാളി വെട്ടും. അപ്പോൾ ഇത് ഫ്യൂച്ചറിൽ ആയാലും ഇപ്പോഴത്തെ ഇതിലായാലും ഇത് ഒരിക്കലും കർഷകന് നഷ്ടം വരില്ല. ഞാൻ മുമ്പ് പറഞ്ഞ മാതിരി 1-2 വർഷം പരിപാലിക്കുന്ന ഒരു ചിലവ് മാത്രമേ നമ്മളിൽ കാണുന്നുള്ളൂ. പിന്നെ കാലാകാലത്തോളം ഇതിൻ്റെ ആയുസ് എന്ന് പറഞ്ഞാൽ ശരാശരി 70-80 വർഷമാണ്. അപ്പോൾ പിന്നെ കാലാകാലത്തോളം നമുക്ക് ഇങ്ങനെ വിളവെടുക്കാനാണ്. കൃത്യമായ ഇടവേളകളിൽ മാസത്തിൽ 2 മാക്സിമം പോയാൽ 2 കിട്ടുള്ളൂ. 16-17 ദിവസങ്ങളിലാണ് നമ്മൾ ഹാർവെസ്റ്റിന് വരിക. അപ്പോൾ ആ ഇടവേള കൃത്യമായിട്ട് കിട്ടുന്നു. ഇപ്പോൾ വയനാട്ടിൽ ഇതിൻ്റെ വില, വയനാട് ടീ ബോർഡ് വില നിശ്ചയിച്ചിരിക്കുന്നത് പിന്നെ ഈ മാസം 12 രൂപ ചില്ലറയാണ് 1 കിലോ പച്ചച്ചപ്പിന്. എന്നാൽ നീലഗിരി ജില്ലയിൽ തമിഴ്നാട്ടിൽ 16 രൂപ ചില്ലറയാണ്. അപ്പോൾ പിന്നെ ആ ഒരു വില വെച്ച് നോക്കുമ്പോൾ കർഷകന് ലാഭം തന്നെയാണിത്, വളരെ നേട്ടം തന്നെയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒറ്റത്തവണ മുടക്കൽ. ആദ്യത്തെ 1 വർഷം ചെയ്യുന്നു, അതിൽ പണി ചെയ്യുന്നു, ആ ഒരു മുടക്കുമുതലേ ഉള്ളൂ. ബാക്കിയുള്ളത് ഈ തോട്ടം പരിപാലിച്ചുകൊണ്ട് പോയാൽ മാത്രം മതി. അതിന് കൃത്യമായിട്ട് ഒരേക്കറിൽ 2, 3, 4 തൊഴിലാളികളുണ്ടെങ്കിൽ സുഖമായിട്ട് വളരെ നല്ല രീതിയിൽ ഈ തോട്ടം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം. കർഷകന്, ചെറുകിട കർഷകന് നല്ലൊരു വരുമാനം വർഷത്തിൽ അല്ലെങ്കിൽ മാസത്തിൽ കിട്ടുന്ന തരത്തിൽ ഒന്ന് ക്രമീകരിക്കാൻ കഴിയും. ഇനി നമ്മുടെ തേയിലയെ കുറിച്ച് ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന് ഏറ്റവും മിതശീതോഷ്ണ കാലാവസ്ഥ വയനാട്, ഇടുക്കി, കേരളത്തിലെ വയനാട്, ഇടുക്കിയിലാണ് ഇത് കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത്. കാരണം ഏറ്റവും നല്ല ക്ലൈമറ്റ് വയനാടൻ ക്ലൈമറ്റാണ് ഇതിന്. അപ്പോൾ ഇതിനോട് അടുത്ത് നിൽക്കുന്ന പ്രദേശങ്ങൾ നിലയ്ക്കാണ് പിന്നെ പന്തലൂർ, ചേരമ്പാടി പോലുള്ള തമിഴ്നാട്ടിലെ ചില പ്രദേശങ്ങൾ ഇത് ചെയ്യുന്നത്. പിന്നെ ഇതിന് വരുന്നത് നമ്മൾ കീടങ്ങൾ വളരെ അപൂർവമായിട്ട് വലിയ ശക്തമായ അല്ലാത്ത രീതിയിൽ പിന്നെ ചെറിയ കീടങ്ങൾ വരാറുണ്ട്. ഉദാഹരണത്തിൽ ഇതൊരു കീടാണ്. ഇത് ഇപ്പോൾ നിങ്ങൾക്ക് അതിൽ കണ്ടാൽ മനസ്സിലാവുന്ന അറിയാം, ഇത് റെഡ് മൈറ്റ്സ് എന്ന് പറയും. അതായത് ഈ ടെമ്പറേച്ചർ ആകുമ്പോൾ ഒരു ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ ഈ റെഡ് മൈറ്റ്സ്, അതായത് ഈ ചുവന്ന ചിലന്തി എന്ന് പറയും, ഇതിൻ്റെ ഈ നീര് ഊറ്റി കൊടുക്കും. നിങ്ങൾ പേപ്പറിൽ മാധ്യമങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവും. നീര് ഊറ്റി കുടിച്ചിട്ട് ഇതിൻ്റെ ഈ ഗ്രീൻ കളറ് മാറി അത് ഉണങ്ങിപ്പോകുന്നുള്ളൂ. അത് റയർ ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അതിന് നമ്മൾ പിന്നെ ഇംഗ്ലീഷ് മരുന്നുകളുണ്ട്, അത് തളിക്കും. അത് തളിച്ചാൽ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് നമ്മൾ ഹെവി റെയിൻ പിന്നെ തുടങ്ങുന്ന സമയത്ത് ഇത് പിന്നെ ഇത് വരും, ബ്ലിസ്റ്റർ വരും. ചെടി ഇലച്ചീൽ ആദ്യം അതിൽ നിന്ന് കാണിക്കാനില്ല, ഇപ്പോഴത്തെ മഴയില്ലാത്തതുകൊണ്ട് നമുക്കത് കാണുന്നില്ല. ഇതിൻ്റെ മുകളിൽ പോളപ്പ് വരും, വെള്ള കളറിൽ പോളപ്പ് വന്ന് ഇതിങ്ങനെ അഴുകിപ്പോവും. ഈ തേയില ഇലകൾ അഴുകിപ്പോകുന്ന ഒരു ഡിസീസ് വരാൻ സാധ്യതയുണ്ട്. കൂടുതൽ ഷെയ്ഡ് ഉള്ളപ്പോഴും ടെമ്പറേച്ചർ വളരെ ലോ ആയ സമയവും പിന്നെ ഹെവി റെയിൻ ഉള്ള സമയത്തും അതും നമ്മൾ ഈ പിന്നെ ഇംഗ്ലീഷ് മരുന്നുണ്ട്, അത് അടിച്ച് ഒരു 50% കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി എന്തായാലും ആ ക്ലൈമറ്റിന് ഇത് കുറേ കേടായി പോകണ്ട. എന്നാലും
തേയിലയ്ക്ക് ഒരു വലിയ നഷ്ടം വരുന്ന രീതിയിലൊരു പിന്നെ ഇത് വരുന്നില്ല അതിൽ. സാധാരണ ഇത് നിയന്ത്രണ വിധേയമാണ്. നമ്മൾ കൃത്യമായിട്ട് മരുന്ന് തെളിച്ചാൽ നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു അസുഖങ്ങളേ ഉള്ളൂ. പിന്നെ വേറെ ഇത് ചെറുതായിരിക്കുമ്പോൾ ഈ നമ്മൾ കൂടത്തൈകളിൽ നട്ട് മുകളിൽ ഇത് വളർന്ന് വരുമ്പോൾ ഇതിന് അങ്ങനെ കീടങ്ങളോ പിന്നെ അങ്ങനെ കീടങ്ങളായിട്ട് ഇതിനെ അറ്റാക്ക് ചെയ്യാൻ സാധ്യതകളില്ല. അങ്ങനെയില്ല. ഇത് മാത്രമേ ഈ കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് വരുന്ന ചെറിയ ചെറിയ സൂക്കേടുകളെ പിന്നെ ഇതിനുള്ളൂ ഈ തേയിലയ്ക്ക്. അതുകൊണ്ടാണ് ഈ തേയില വ്യവസായം നമുക്ക് പിന്നെ ചെറുകിട കർഷകർക്ക് ലാഭത്തിൽ പിടിച്ചു കൊണ്ടുപോകാമെന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ പിന്നെ നമ്മുടെ വിളവെടുപ്പ് രീതിയും തൊഴിലാളികളെ അറിയേണ്ടത്. ഇത് ഒരു ഏക്കറിൽ ഒരു തവണ നമ്മളൊരു 16-ാം ദിവസമോ 17-ാം ദിവസമോ വിളവെടുക്കാൻ വരുമ്പോൾ ഒരു ശരാശരി 700 മുതൽ 750 വരെ നല്ല കൊളുന്ത്, മീൻസ് നല്ല ലീഫ്. ഞാൻ ഉദ്ദേശിച്ചത് ഇതാണ്. ഇത് നമുക്ക് ശേഖരിക്കാൻ പറ്റും ഒരു റൗണ്ടിൽ. അപ്പോൾ 2 റൗണ്ടാകുമ്പോൾ ഒരു മാസത്തിൽ 2 റൗണ്ടാകുമ്പോൾ നമുക്ക് ഒരു 1400-1500 കിലോ പിന്നെ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും ഒരു തൊഴിലാളിക്ക്. അത് പിന്നെ നമുക്ക് അതുകൊണ്ടാണ് പറഞ്ഞത് ചെറുകിട കർഷകർക്ക് ഇതിൽ ഇൻവോൾവഡ് ആയാൽ അവർക്ക് അവരുടെ ലൈഫ് സേഫായിരിക്കും. കാരണം ഇത് ദീർഘകാല വിളയാണല്ലോ, ഷോർട്ട് അല്ല, ഇത് കാലാകാലം 10, 60, 70 വർഷം കിട്ടുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു പിന്നെ ഒരു ദോഷവശം നമ്മൾ കാണുന്നത്, നെഗറ്റീവ്, തൊഴിലാളികളെ കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം ഞങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് പിന്നെ മറ്റ് അന്യ സംസ്ഥാന അതിഥി തൊഴിലാളികളെയാണ്. ആസാമീസിൽ ഈ തേയില കൃഷി വ്യാപകമായുള്ളതുകൊണ്ട് അവിടെ താരതമ്യേന കൂലി കുറവായതുകൊണ്ട് അവരിവിടെ വരുന്നത്. ഇവിടെ നമ്മൾ മെച്ചപ്പെട്ട കൂലി അവർക്ക് കൊടുക്കുന്നുണ്ട്. ഒരു തൊഴിലാളി പിന്നെ ആസാമീസ് അതിഥി തൊഴിലാളി വന്ന് ഇവിടെ നമുക്ക് കൃഷി പിന്നെ വിളവെടുക്കാൻ നിൽക്കാൻ ഒരു ദിവസം ഒരു 700 മുതൽ 1000 വരെ രൂപ അവർ ഈ ചപ്പ് കൊട്ടി കളക്ട് ചെയ്യുന്നുണ്ട്. 1 കിലോയ്ക്ക് പിന്നെ നമ്മൾ തീരെ വിളവ് കുറഞ്ഞ ടൈമിൽ 8 രൂപ 10 രൂപ 1 കിലോ അവർ വെട്ടിയാൽ കൊടുക്കും. നല്ല ക്രോപ്പുള്ള സീസണിൽ അത് 5 രൂപ 6 രൂപ കൊടുക്കും. എങ്ങനെയായാലും ഇവർക്ക് ഒരു 800-ന്റെ 1000-ന്റെ ഇടയ്ക്ക് ഒരു ദിവസം അവർക്ക് കൂലി കിട്ടുന്ന രീതിയിലായിരിക്കും ഞങ്ങളത് അറേഞ്ച് ചെയ്യുക. അതുകൊണ്ട് അങ്ങനെ ആയെങ്കിലേ നമുക്ക് ഇവരെ ആകർഷിക്കാൻ കഴിയുള്ളൂ, ഈ മേഖലയിലേക്ക് ഇവർ തൊഴിൽ തേടി വരുള്ളൂ. നമുക്ക് കൂടുതൽ നമ്മുടെ മലയാളി വർക്കേഴ്സിനെ കിട്ടാത്തതുകൊണ്ട് നമ്മൾ ഇവരെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ നമുക്ക് ഓഫറുകൾ കൊടുക്കണം, എങ്കിലേ ഇവരെ നിൽക്കുകയുള്ളൂ. പിന്നെ നമുക്ക് ക്വാർട്ടേഴ്സുകളുണ്ട്. ക്വാർട്ടേഴ്സുകളിൽ ഇവർ താമസ സൗകര്യം കൊടുക്കുന്നു. കറണ്ട് വൈദ്യുതിയുള്ള ലൈനുകളാണ്, മെച്ചപ്പെട്ട സൗകര്യമുണ്ട്. പിന്നെ വെള്ളം, എല്ലാ കാര്യങ്ങളും നമ്മൾ കൊടുക്കും. അതും കൂടെ കൊടുത്താലേ ഇവരെ നിർത്താൻ പറ്റുള്ളൂ. എങ്കിൽ ഇവരുടെ നിന്ന് മാക്സിമം വരെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ കഴിയും പിന്നെ ഈ തൊഴിലാളികളെ ഈ മേഖലയിൽ. അതുകൊണ്ട് തന്നെ ഒരു ഏക്കറോ അല്ലെങ്കിൽ 1 ഹെക്ടറോ കൃഷി ചെയ്യുന്ന ചെറുകിട കർഷകന് 2 പേര് പെർമനൻറ്റ് വർക്കറുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടാൻ പറ്റും. എന്തായാലും ഫ്യൂച്ചറിൽ ഇതിന് നല്ലൊരു സാധ്യതയുണ്ട്. വില എന്തായാലും കൂടും. നമുക്കിപ്പോൾ കാപ്പിക്ക് ഒരു മോഹവില വന്നിട്ടുണ്ട് 10,000 രൂപ 12,000 രൂപയിലേക്ക് ഒരു ചാക്കിന് എത്തിയിരിക്കുന്നു 54 കിലോ. അപ്പോൾ അതുപോലെ നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റ് വിയറ്റ്നാം പോലുള്ള രാജ്യങ്ങളിൽ, ആസാം പോലെയുള്ള നമ്മുടെ സംസ്ഥാനങ്ങളിൽ പ്രതികൂല കാലാവസ്ഥ കൊണ്ട് ഈ വിളവ് കുറഞ്ഞാൽ നമുക്കിവിടെ അത് നമുക്ക് എഫക്റ്റ് ചെയ്യും. നമുക്ക് നല്ല മെച്ചപ്പെട്ട വില ലഭിക്കും. ഒരിക്കലും തേയില കർഷകന് നഷ്ടം വരില്ല. നഷ്ടം വരുന്ന വെച്ചാൽ മാധ്യമങ്ങൾ ചിലപ്പോൾ അത് നഷ്ടം എന്ന രീതിയിൽ പറയെങ്കിൽ കൂടി നഷ്ടമില്ല എന്നുള്ളതാണ്. എൻ്റെ കുറേ സുഹൃത്തുക്കൾ ചേരമ്പാടിയിലേക്ക് കൃഷി ചെയ്യുന്നതുകൊണ്ട് അവർ വേറൊന്നും, പലരും പല ജോലിയിലുണ്ടായിരുന്നു, പ്രൈവറ്റ് ഫേമിലൊക്കെ ജോലിയുള്ളവർ, അവരത് അവോയ്ഡ് ചെയ്തിട്ട് ഈ പൂർണ്ണമായിട്ടും തേയില കൃഷിയിലേക്ക് ഇറങ്ങി തിരിച്ചവരുണ്ട്. അതുകൊണ്ട് അവർക്ക് ഫാമിലിയായിട്ട് അവരുടെ വീട്ടിലുള്ളവർ കൂടെ സഹകരിച്ച് ചെയ്തു പോകുന്ന, ചെയ്യാൻ പറ്റുന്ന ഒരു പിന്നെ കൃഷി എന്ന നിലയിൽ ഇവർക്കത് വളരെ കർഷകന് ഗുണകരമാണ്. പിന്നെ ഇതിനൊക്കെ എല്ലാത്തിനും ഉപരിയായിട്ട് നമ്മൾ ഒരു ദൈവവിശ്വാസികളാണ്. നമ്മളൊക്കെ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണല്ലോ. അതുകൊണ്ട് തന്നെ
കാലാവസ്ഥ അനുഗ്രഹിച്ചാൽ, കാലാവസ്ഥ ദൈവത്തിൻ്റെ പ്രത്യേക കൃപാകടാക്ഷം കൊണ്ട് നല്ല കാലാവസ്ഥ അനുഗ്രഹിച്ചാൽ ഈ തേയില വളരെ നല്ല രീതിയിൽ വളരെ ലാഭമായിട്ട് തന്നെ ഉണ്ടാവുള്ളൂ. ഞാൻ പറഞ്ഞ മാതിരി ഹെവി റെയിൻ ആയിരിക്കരുത്, അല്ലെങ്കിൽ ഒരുപാട് മഞ്ഞ് വീഴ്ച ഉണ്ടാവരുത്. മഞ്ഞ് വീഴ്ച വളരെ ഉണ്ടായിരുന്നെങ്കിൽ ഊട്ടി പോലുള്ള സ്ഥലങ്ങളിൽ, കൂനൂർ പോലുള്ള സ്ഥലങ്ങളിൽ തേയില കൃഷി വളരെ വ്യാപകമായി നടക്കുന്നുണ്ട്. അവിടെ നിങ്ങൾ മാധ്യമങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടോ, ഈ മഞ്ഞ് വീഴ്ച കൂടുതലായാൽ ഈ തേയിലേൻ്റെ ബേസ് സർഫേസ് കരിഞ്ഞു പോകും. അധികം തണുപ്പും അതിന് ശേഷം വരുന്ന വെയിലും കരിഞ്ഞു പോകും. അപ്പോൾ ഇതൊക്കെ ദൈവത്തെങ്കിലും സമർപ്പിച്ചിട്ടുണ്ട്. കുറച്ചും കൂടെ നമ്മൾ ദൈവത്തെ വിളിച്ച് ദൈവത്തിൻ്റെ ഒരു കൃപാകടാക്ഷം ഉണ്ടെങ്കിൽ ഇത് വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകാം. അതിനുപരി എനിക്ക് തോന്നുന്നു ഈ മേഖലയിലേക്ക് വന്ന് ചെറുകിട കർഷകരായാലും വൻകിട കർഷകരായാലും കൂടുതലായി ചെയ്യുന്നത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലുള്ളവരാണെന്നുള്ള പ്രത്യേകതയും കൂടി ഉണ്ട് കേട്ടോ. എന്നാണ് എനിക്കറിയില്ല, അവരാണ് കൂടുതലായിട്ട് ഇത് കൃഷി ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ചിന്താഗതി രീതിയോടെ ഇതിനെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും കർഷകർക്ക് നിരാശപ്പെടേണ്ടി വരില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവം. ഇതിപ്പോൾ ഇന്ന് പറിക്കുന്ന തേയില നാളെയാണ് ഇതിൻ്റെ പ്രോസസ്സിങ് കംപ്ലീറ്റ് നടക്കാം. സാധാരണ നമ്മുടെ ചായപ്പൊടിയുടെ ഇത് ഓർത്തഡോക്സ് ടീയാണ്. ഓർത്തഡോക്സ് ടീ എന്നത് ട്രഡീഷണലാണ്, പരമ്പരാഗത രീതിയിലുള്ള ഒരു പ്രോസസ്സിങ്ങാണ് ഓർത്തഡോക്സ് ടീ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിന് മോയ്സ്ചർ കണ്ടൻറ്റ് കംപ്ലീറ്റ് കളഞ്ഞതിന് ശേഷമാണ് ഓർത്തഡോക്സ് ടീ നിർമ്മിക്കുന്നത്. ഇന്ന് പറിക്കുന്ന തേയില, ഇന്നിപ്പോൾ 8 മണിക്ക് പറിച്ചാൽ കൊണ്ടുവരുന്ന തേയില ഉച്ചയോടുകൂടി നമ്മുടെ പ്രോസസ്സിങ് ഏരിയയിലെത്തും. അതിനുശേഷം അതിൻ്റെ വെതറിങ് കഴിഞ്ഞതിന് ശേഷം നാളെ കാലത്ത് 8 മണിക്ക് ശേഷമാണ് ഇത് പ്രോസസ്സിങ് നടക്കാം. ഉള്ളിലോട്ട് പോകാൻ നമുക്കത് കാണിച്ചു തരാം. ഞാൻ അടുത്ത പ്രോസസ്സിങ് എന്ന് പറയുന്നത് റോളിംഗ് പ്രോസസ്സിംഗ് ആണ്. 45 മിനിറ്റാണ് ഫസ്റ്റ് റോളിംഗ് നടക്കുന്നത്. 45 മിനിറ്റ് റോളിംഗ് ടൈമിങ്ങിന് ശേഷം അതിലെ നമ്മുടെ തേയിലയുടെ ഞരമ്പുകളെല്ലാം പൊട്ടി അതിലെ ജ്യൂസ് അതിൽ കോട്ടതിന് ശേഷം നമ്മൾ ആ ട്രോളിയിൽ ഇറക്കുന്നത്. അതിനുശേഷം ഗ്രീൻ ലീഫ് സിഫ്റ്ററിലേക്ക് ഇറക്കുകയാണ്. ഇറക്കിയതിന് ശേഷം അത് അടിയിൽ വരുന്ന സ്മാൾ പാർട്ടിക്കുലേഴ്സ്, ചെറിയ പാർട്ടിക്കുലേഴ്സ് നേരെ ഫെർമെൻറ്റേഷൻ ഏരിയയിലിടുന്നു. ഫെർമെൻ്റൽ ഏരിയയിൽ ഇട്ടതിന് ശേഷം 1.5 മണിക്കൂറാണ് ആ ഫെർമെൻറ്റേഷൻ ടൈം. ആ ഫെർമെൻറ്റേഷൻ ടൈം എന്ന് പറയുന്നത് ഒരു ഓക്സിഡേഷൻ നടക്കുകയാണ്. അന്തരീക്ഷത്തിലെ ഓക്സിജനെ വലിച്ചെടുത്ത് കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തുവിടുന്നു. അപ്പോൾ അവിടെ ഒരു ഓക്സിഡേഷൻ നടക്കുകയാണ്. ആ ഓക്സിഡേഷൻ നടന്നതിന് ശേഷം അവിടെ വരുന്നത് ഒരു ഓക്സിഡേഷൻ നടന്നതിന് ശേഷം ഒരു റെഡിഷ് ബ്രൗൺ കളർ വരും. ആ കളർ വന്നതിന് ശേഷം മാത്രം ഡ്രയറിലേക്ക് എടുക്കാൻ പാടുള്ളൂ. എങ്കിൽ മാത്രമേ ചായപ്പൊടിക്ക് ഓയിലി ബ്ലാക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കരിപ്പൊടി പോലെ ഉണ്ടാവും. ആ സമയത്ത് നേരെ ഡ്രയറിലേക്ക് എടുക്കുന്നു. ഡ്രയർ എടുക്കുന്ന 110 ഡിഗ്രി സെൻറ്റിഗ്രേഡിലാണ് ചായപ്പൊടി വറുക്കുക. ആ വറുത്ത് വരുന്ന ചായപ്പൊടിക്ക് പറയുന്നത് നമ്മൾ ഡ്രയർ മൗത്ത് ടീ എന്ന് പറയാം. 14 ഗ്രേഡ് ഇൻക്ലൂഡിങ് ടീ വേസ്റ്റ്. അതായത് ആ വേസ്റ്റ് വരുന്നത് നമ്മൾ നേരെ ഫൈബ്രോമെട്രി മെഷീനിലിടുന്നു. 60% ഫൈബ്രോമാറ്റ് മെഷീനിലിട്ട് കഴിഞ്ഞാൽ വലിച്ചെടുക്കും. ബാക്കി വരുന്നത് നേരെ നമ്മൾ ഗ്രേഡിങ് സെക്ഷനിലേക്ക് ചെല്ലുന്നു. വിവിധ ഗ്രേഡുകളായി തിരിച്ചതിന് ശേഷം അത് നേരെ വീണ്ടും ബാക്കി വരുന്ന 40% ഉണ്ടാവില്ല, 60% ഫൈബറാണ് ആദ്യം വലിച്ചെടുക്കുക. ബാക്കി വരുന്ന 40% ഫൈബർ വീണ്ടും ഈ ഫൈനൽ ഫൈബ്രോമാറ്റിലേക്ക് ഇടുന്നു. അത് വിവിധ ഗ്രേഡുകളായി തിരിച്ച് നമ്മൾ കൊച്ചിയിലേക്ക് ഓപ്ഷൻ സെൻറ്ററിലേക്ക് അയക്കുന്നു. നമ്മളിവിടെ ഫസ്റ്റ് ഗ്രേഡ് TFBOP, TGBOP, GBOP, BOPF, BOPF1, BOPD, OCD അങ്ങനെ വിവിധ ഗ്രേഡുകളായിട്ട് തിരിച്ച് കൊച്ചിൻ ഓപ്ഷൻ സെൻറ്ററിലേക്ക് അയക്കുകയാണ് ചെയ്യുക.